ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങളുടെ ബഡ്ജറ്റ് 25,000 ആണെങ്കിൽ 25,000 താഴെ വരുന്ന ബെസ്റ്റ് ഫോൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 6th പൊസിഷനിൽ നിൽക്കുന്ന ഫോണാണ് മോട്ടോറോള എഡ്ജ് 40 നിയോ. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ IP68 റേറ്റിംഗോട് കൂടിയ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസോട് കൂടിയ ഫോണാണിത്. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റോട് കൂടിയ 10-bit കർവ്ഡ് POLED 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഫോൺ നൽകിയിട്ടുള്ളത്. HDR10+ന്റെ സപ്പോർട്ട് ഉണ്ട്. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 നിറ്റ്സ് ആണ്. ഫോണിന്റെ പ്രോസസറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7030 ചിപ്സെറ്റ് ആണ് നൽകിയിട്ടുള്ളത്. 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടോട് കൂടിയ 5000 മൈക്രോ ആംപിയറിന്റെ ബാറ്ററി. ഫോണിന്റെ ക്യാമറ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ OIS സപ്പോർട്ടോട് കൂടിയ 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ, 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ, 4K റെക്കോർഡിംഗ് റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും സപ്പോർട്ടിംഗ് ആണ്. ഡ്യുവൽ സിം സ്ലോട്ട് ആണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ. ഫോണിന്റെ സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് UFS 2.2, റാം LPDDR4X, 8GB 128GB വേരിയൻറ്റും അതുപോലെ തന്നെ 12GB 256GB വേരിയൻസും ആണ് ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആപ്പ് റെക്കമെൻഡേഷന്, ബ്ലോട്ട്വെയർസ്, ആഡ്സ് അങ്ങനെയുള്ള ഒരു പരിപാടിയും ഈ ഫോണിലില്ല. മോട്ടോറോളയുടെ കംപ്ലീറ്റ് ക്ലീൻ UI ആണ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നത്. ഈ ഫോണിൻ്റെ OS അപ്ഡേറ്റ് കമ്പനി നൽകുന്നത് 2 വർഷത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും നൽകുന്നുണ്ട്. ഈ ഫോണിൻ്റെ 8GB 128GB വേരിയൻറ്റിൻ്റെ വില വരുന്നത് 22,999 രൂപയും ഇതിൻ്റെ രണ്ടാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 256GB വേരിയൻറ്റിൻ്റെ വില വരുന്നത് 24,999 രൂപയുമാണ്. നെക്സ്റ്റ് ഫോൺ നമ്മുടെ ലിസ്റ്റിലുള്ളത് സാംസങ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫോണാണ്. സാംസങ് ഗാലക്സി M55. ഈ ബഡ്ജറ്റ് റേഞ്ചിലെ നല്ലൊരു ഫോണാണ് സാംസങ്ങിൻ്റെ M55. കാരണം അതിൻ്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 7 Gen 1 ആണ് വന്നിട്ടുള്ളത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റോട് കൂടിയ 6.67 ഇഞ്ചിൻ്റെ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ. ഫോണിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത് 1000 നിറ്റ്സ് ആണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടോട് കൂടിയ 5000 മൈക്രോ ആംപിയറിൻ്റെ ബാറ്ററി. ക്യാമറ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ OIS സപ്പോർട്ടോട് കൂടിയ 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറ, ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ. ഈ ഫോണിലും 4K സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഹൈബ്രിഡ് സിം സ്ലോട്ട്. 3 വേരിയൻസ് ആയിട്ടാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. 8GB റാം, 128GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 8GB 256GB, 12GB റാം, 256GB. ഇതിലെ ഫസ്റ്റ് വേരിയൻ്റ് ആയിട്ടുള്ള 8GB 128GB ആണ് ഏകദേശം നമ്മുടെ റേഞ്ചിൻ്റെ അടുത്ത് വരുന്നത്. 26,999 രൂപ. 8GB 256GB പോകുമ്പോൾ 28,500 രൂപയും 12GB വേരിയൻറ്റിലോട്ട് പോകുന്ന സമയത്ത് 30,000 എബോ ഫോണിന് വില വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും സാംസങ്ങിൽ നിന്നും കിട്ടുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ നെക്സ്റ്റ് ഫോണാണ് നത്തിങ് ഫോൺ 2A. 25,000 താഴെ ഒരു പ്രീമിയം ക്വാളിറ്റി ടച്ചുള്ള OS, ഒരു യുണീക്ക് ഡിസൈൻ എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് വിൽ ബി നത്തിങ് ഫോൺ 2A. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റോട് കൂടിയ 6.7 ഇഞ്ച് ഫുൾ HD അമോലി ഡിസ്പ്ലേ, 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 നിറ്റ്സ്. ഫോണിൻ്റെ പ്രോസസർ വരുന്നത് മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 7200 Pro ചിപ്സെറ്റ് ആണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടോട് കൂടിയ 5000 മൈക്രോ ആംപിയറിൻ്റെ ബാറ്ററി. ഫോണിൻ്റെ ക്യാമറ സൈഡിൽ OIS സപ്പോർട്ടോട് കൂടിയ 50 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ. 4K റെക്കോർഡിംഗ് കിട്ടുന്നത് റിയർ ക്യാമറയിൽ മാത്രമേ ഉള്ളൂ. സിം സ്ലോട്ട് വരുന്നത് ഡ്യുവൽ സിം സ്ലോട്ടാണ്. ഈ ഫോണിൻ്റെ AnTuTu സ്കോർ വരുന്നത് 7 lakh എബോ ഉണ്ട്. OS അപ്ഡേറ്റ് കമ്പനി നൽകുന്നത് 3 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി പാച്ചുമാണ്. ഈ ഫോണിൻ്റെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് ഇതിൻ്റെ പ്രീമിയം ടച്ചിലുള്ള OS ആണ്. അതിൽ നമുക്കൊരു ബ്ലോട്ട്വെയർസ്, ആപ്പ് റെക്കമെൻഡേഷൻ അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല. LPDDR4X റാം, സ്റ്റോറേജ് ടൈപ്പ് UFS 2.2 ആണ് വരുന്നത്. 3 വേരിയൻസിലാണ് ഈ ഫോണ് എത്തുന്നത്. 8GB 128GB, 8GB 256GB, 12GB റാം, 256GB. ആദ്യത്തെ വേരിയൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 23,999 രൂപ. 256GB രണ്ടാമത്തെ 8GB വേരിയൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 25,999 രൂപ. 12GB വേരിയൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 27,999 രൂപ. നത്തിങ് 2A അതേ പ്രോസസ്സർ, എന്നാൽ ക്യാമറ സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് നത്തിങ്ങിനേക്കാളും കുറച്ചുകൂടെ നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റിലുള്ള നെക്സ്റ്റ് ഫോണാണ് IQ Z9. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റോട് കൂടിയ 6.67 ഇഞ്ച് ഫുൾ HD
AMOLED ഡിസ്പ്ലേ. പ്രോസസ്സർ വരുന്നത് മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 7200 പ്രോസസ്സർ. മുന്നേ കണ്ട നത്തിങ് 2Aയിൽ ഡയമൻസിറ്റി 7200 പ്രോ പ്രോസസ്സർ ആയിരുന്നു. രണ്ടും ഒരേ AnTuTu സ്കോറാണ്, 7 lakh എബോവ് നൽകുന്നുണ്ട്. ഫോണിൻ്റെ ക്യാമറ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെയും ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. OIS സപ്പോർട്ടോട് കൂടിയ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ മറ്റൊരു ക്യാമറയും. ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയിൽ സോണിയുടെ IMX സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയ 5000 മൈക്രോ ആംപിയറിൻ്റെ ബാറ്ററി, LPDDR4X റാം, UFS 2.2 സ്റ്റോറേജ് ടൈപ്പ്. സോഫ്റ്റ്വെയർ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് കമ്പനി നൽകുന്നത്. 2 വേരിയൻസ് ആണ് ഈ ഫോണിൽ വരുന്നത്. 8GB 128GB, 8GB 256. ഇതിൽ ആദ്യത്തെ വേരിയൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 21,500 ആണ്. രണ്ടാമത്തെ വേരിയൻറ്റിൻ്റെ വില വരുന്നത് 22,500 രൂപയാണ്. നമ്മുടെ ലിസ്റ്റിലെ നെക്സ്റ്റ് ഫോണാണ് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ, പോക്കോ X6 Pro. ഈ ഫോണാണ് ഇന്ത്യസ് ഫസ്റ്റ് ഫോൺ വിത്ത് മീഡിയടെക് ഡയമൻസിറ്റി 8300 അൾട്രാ പ്രോസസ്സർ, LPDDR5X റാം, UFS സ്റ്റോറേജ് ടൈപ്പ് 4.0. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന എല്ലാ സെറ്റപ്പും ഈ ഫോണിൽ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഡിസ്പ്ലേ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 6.67 ഇഞ്ചിൻ്റെ 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയ HDR10+ കൂടിയ AMOLED ഡിസ്പ്ലേ. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 നിറ്റ്സ് ആണ്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയ 5000 മൈക്രോ ആംപിയറിൻ്റെ ബാറ്ററി, ഡ്യുവൽ നാനോ സിം, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ, IR ബ്ലാസ്റ്റർ. ഫോണിൻ്റെ ക്യാമറ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ OIS സപ്പോർട്ടോട് കൂടിയ 64 MB ഒരു പ്രൈമറി ക്യാമറ, 8 MB ഒരു വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ. 4K റെക്കോർഡിംഗ് സപ്പോർട്ട് 2 സൈഡിലും വരുന്നുണ്ട്. ഫോണിൻ്റെ AnTuTu സ്കോർ വരുന്നത് 12 lakhs എബോവ് ആണ്. സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫോണിന് OS അപ്ഡേറ്റ് കിട്ടുന്നത് 3 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി പാച്ചുമാണ്. ഈ ഫോൺ വരുന്നത് 2 വേരിയൻസിലാണ്. 8GB 256GB, 12GB 512GB. ഇതിൽ ആദ്യത്തെ വേരിയൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 25,600, രണ്ടാമത്തെ വേരിയൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 27,600. നമ്മുടെ ലിസ്റ്റിലെ ഓൾറൗണ്ടർ ഫോൺ അല്ലെങ്കിൽ ദ ഫസ്റ്റ് ഫോൺ ഇൻ അവർ ലിസ്റ്റ്, OnePlus Nord CE4. 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയ 6.7 ഇഞ്ച് HDR സപ്പോർട്ടോട് കൂടിയ AMOLED ഡിസ്പ്ലേ. ഫോണിൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 3, 100 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയ 5500 മൈക്രോ ആംപിയറിൻ്റെ വലിയ ബാറ്ററി. ഫോണിൻ്റെ ക്യാമറ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ OIS സപ്പോർട്ടോട് കൂടിയ 50 മെഗാ പിക്സലിൻ്റെ സോണി സെൻസറോട് കൂടിയ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ, ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. ഇവിടെ 4K റെക്കോർഡിംഗ് റിയർ സൈഡിൽ മാത്രമേ ഉള്ളൂ, ഫ്രണ്ട് ക്യാമറയിലില്ല. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഫോണിൻ്റെ AnTuTu സ്കോർ 8 lakh എബോവ് ഉണ്ട്. ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി പാച്ചും നൽകുന്നുണ്ട്. ഈ ഫോൺ 2 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 8GB 128GB, 8GB 256GB. ഇതിൽ ആദ്യത്തെ വേരിയൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 24,400 രൂപയും രണ്ടാമത്തെ വേരിയൻറ്റിൻ്റെ വില വരുന്നത് 26,300 രൂപയും. നമ്മുടെ ലിസ്റ്റിൽ 25K താഴെ വരുന്ന ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ഏതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ബെസ്റ്റ് ക്യാമറ ഫോൺസ് ഏതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ബെസ്റ്റ് OS വരുന്ന ഫോൺ ഏതാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.